ഉത്തരാഖണ്ഡിലെ ഹിമർപൂരിൽ ഇൻഷുറൻസ് തുക ലഭിക്കാനായി ഭാര്യയെ ഭർത്താവ് തല്ലിക്കൊന്നു. അപകട മരണമെന്ന് വരുത്തി തീർക്കാൻ മൃതദേഹത്തിന് മുകളിലൂടെ കാർ കയറിയിറക്കി. കാൺപൂർ സ്വദേശിനിയായ റീത്തയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭർത്താവ് അമർ സിംഗിനെയും കൂട്ടുപ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഉത്തരാഖണ്ഡിലെ ഹമിർപൂർ ജില്ലയിലാണ് നാടിനെ നടുക്കിയ കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞിരിക്കുന്നത്. 2 വർഷം മുൻപായിരുന്നു കാൺപൂർ സ്വദേശിനിയായ റീതയും അമർ സിംഗും തമ്മിലുള്ള വിവാഹം. റീതയുടെ ആദ്യ ഭർത്താവ് മരിച്ച ശേഷം കാൺപൂരിലെ ഗുജൈനി പ്രദേശത്ത് താമസിക്കുന്നതിനിടയിലാണ് മില്ലിൽ ജോലി ചെയ്തിരുന്ന അമർ സിംഗുമായി പരിചയപ്പെടുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും. എന്നാൽ തുണയായി കൂടെ കൂട്ടിയവൻ തന്നെ തന്റെ ജീവൻ എടുക്കുമെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. കൊലപാതകത്തിന് കൃത്യം 2 മാസം മുൻപ് ഭാര്യ റീതയുടെ പേരിൽ അമർ സിംഗ് 44 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തു. ഇതിന്റെ ആദ്യ ഗഡുവായി 2.60 ലക്ഷം രൂപയും ഇയാൾ അടച്ചിരുന്നു. ഈ പണം കൈക്കലാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയായിരുന്നു അമറിന്റെ നീക്കങ്ങൾ. തുടർന്ന് അമറും കൂട്ടാളികളും ചേർന്ന് റീതയെ വടികൾ ഉപയോഗിച്ച് മൃഗീയമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകം ആരുടെയും കണ്ണിൽപ്പെടാതിരിക്കാനും ഇതൊരു വാഹനാപകടമാണെന്ന് വരുത്തി തീർക്കാനും ജീവനറ്റ ആ ശരീരത്തിന് മുകളിലൂടെ അവർ കാർ കയറ്റിയിറക്കുകയും ചെയ്തു. ബുധനാഴ്ച രാത്രി ഹമിർപൂരിലെ ലാൽപൂർ പ്രദേശത്തുള്ള ബൈത്കാ ധാം ക്ഷേത്രത്തിന് സമീപമാണ് റീതയുടെ മൃതദേഹം കണ്ടെത്തിയത്. ആർക്കും സംശയം തോന്നാതിരിക്കാൻ അമർ സിംഗ് നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി ഭാര്യയെ കാണാനില്ല എന്ന് പരാതിയും നൽകി. എന്നാൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാളുടെ പെരുമാറ്റത്തിലെ അസ്വാഭാവികതയും പരസ്പര വിരുദ്ധമായ മൊഴികളും ഉദ്യോഗസ്ഥരിൽ സംശയം ജനിപ്പിച്ചു. തുടർന്ന് പോലീസ് ചോദ്യം ചെയ്യൽ ശക്തമാക്കിയതോടെ അമർ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അമറിനെയും കൂട്ടുപ്രതികളായ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. റീതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞെട്ടിക്കുന്നതായിരുന്നു. റീതയുടെ ശരീരത്തിൽ 12-ലധികം ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്നു. ക്രൂരമായ മർദ്ദനത്തിൽ വൃക്കകൾ ഒഴികെയുള്ള സകല ആന്തരികാവയവങ്ങളും പൂർണ്ണമായും തകർന്നുപോയ നിലയിലായിരുന്നുവെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. കൊല ചെയ്യപ്പെട്ട റീതയുടെ കുട്ടികൾ നിലവിൽ മൈൻപുരിയിലെ ബന്ധുക്കളുടെ സംരക്ഷണത്തിലാണ്. കേസിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്ന് ഹാമിർപൂർ പോലീസ് അറിയിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.